ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രധാനമായിട്ടുള്ളത് സംരക്ഷിക്കാനുള്ളപ്പോൾ മാത്രമേ അദ്ദേഹം യഥാർത്ഥത്തിൽ ശക്തനാവുകയുള്ളൂ. ഇത് പറയുന്നത് നാരുട്ടോ ഒറിജിനൽ സീരീസിൽ നമ്മൾ ആദ്യം കാണുന്ന കെക്കൈ ഗെൻകൈ യൂസറാണ്. അതെ, അതിജീവനത്തിന് പകരം ത്യാഗം തിരഞ്ഞെടുത്ത ഒരു ഒന്നൊന്നര നിഞ്ച. അനാഥയിൽ നിന്ന് മൂടൽമഞ്ഞിന്റെ ഏറ്റവും മാരകമായ ആയുധത്തിലേക്ക് പടികേറിയ ഐസ് റിലീസ് എന്ന കെക്കൈ ഗെൻകൈയിലൂടെ സാക്ഷാൽ സാസ്കെ ഉച്ചിഹനെ പോലും അവരുടെ പ്രായത്തിൽ വെച്ച് തന്നെ ഡിഫീറ്റ് ചെയ്ത ഡീമൺ ഓഫ് ദ ഹിഡൻ മിസ്റ്റ് എന്നറിയപ്പെടുന്ന സബൂസോ മൊമാച്ചിയുടെ വലങ്കൈയായി അറിയപ്പെട്ടിരുന്ന ലാൻഡ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ദ ബ്ലഡി മിസ്റ്റ് എന്നറിയപ്പെടുന്ന രാജ്യത്തിലെ 15 വയസ്സുകാരൻ ഹാക്കുവിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത്. ഓക്കെ ഫൈൻ. ഹാക്കു നാരുട്ടോ ഒറിജിനൽ സീരീസിലെ ഫസ്റ്റ് ആ ഒരു ആർക്കുണ്ടല്ലോ, അതെ, ലാൻഡ് ഓഫ് വേവ്സ് ആർ. അതിലെ നാരുട്ടോയും അല്ലെങ്കിൽ കക്കാഷിയുടെ ടീം അടങ്ങുന്ന നാരുട്ടോ സാസ്കെ സാക്കൂറോ ടീം 7 നേരിടുന്ന ആദ്യത്തെ എസ്റ്റർ റാങ്ക് ഉള്ള ഒരു വില്ലന്റെ കൂടെ വരുന്ന ഒരുപക്ഷെ വില്ലനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈക്കിക്കാണ് ഹാക്കു. പറഞ്ഞു വരുന്ന വില്ലനെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. യെസ്, 7 നിഞ്ച സ്പോർട്സ്മെനിൽ ഒരാളായ സാബുസോ മൊമോച്ചി. സാബുസോ മൊമോച്ചിയുടെ ജീവചരിത്രത്തെ പറ്റിയുള്ള കഥ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പറ്റി ഡൈവ് ഇൻ ചെയ്തു നോക്കുന്നില്ല. അദ്ദേഹം കണ്ടുമുട്ടുന്ന ആ ഒരു ഒന്നൊന്നര വെപ്പൺ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വലങ്കയായി മാറിയ ഹാക്കു, അദ്ദേഹത്തെ പറ്റി പറയാം. നാരുട്ടോ ഒറിജിനൽ സീരീസിൽ ഹാക്കുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ട്വിസ്റ്റിലൂടെ തന്നെയാണ്. അതായത് നമ്മുടെ കക്കാഷി സാബുസോ മൊമാച്ചിയെ പരാജയപ്പെടുത്തുമെന്ന് ഉറപ്പായപ്പോൾ അവിടെ അൻബു ബ്ലാക്ക് ഓപ്സിന്റെ വ്യാജ പേരിൽ വന്ന് സബൂസോ മൊമാച്ചിനെ രക്ഷിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ ഹാക്കു. ആ ടൈമിൽ ഹാക്കു സാബൂസോയുടെ ആളാണെന്ന് നമുക്കറിയുന്നില്ല. എന്നാൽ ഫ്യൂച്ചർ എപ്പിസോഡ്സിലാണ് സബൂസോയും ഹാക്കു ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഹാക്കു ജനിക്കുന്നതും നമ്മുടെ ഡിമൺ ഓഫ് ദി ഹിഡൻ മിസ്റ്റിലെ സബൂസോ മൊമാച്ചിനെ പോലെ തന്നെ ലാൻഡ് ഓഫ് ദി വാട്ടറിലാണ്, അല്ലെങ്കിൽ മിസ്റ്റ് വില്ലേജ്, അല്ലെങ്കിൽ ബ്ലഡി മിസ്റ്റ്. ലാൻഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ആ രാജ്യത്ത് അദ്ദേഹം ജനിക്കുന്ന ടൈമിൽ ഒരു വാറുണ്ടായി. അതിന്റെ പ്രതിഫലനമായി അവിടെയുള്ളവർക്കെല്ലാം കെക്കൈ ഗെൻകൈ യൂസ് ചെയ്യുന്നവരെ വളരെ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കെക്കൈ ഗെൻകൈ യൂസേഴ്സിനെല്ലാം അവർ നിരുപാധികം വധിച്ചുകൊണ്ടേയിരുന്നു. സീരീസിൽ ഹാക്കുവിന്റെ ക്ലാനിനെ പറ്റി കൃത്യമായി പറയുന്നില്ല. എന്നിരുന്നാലും ഹാക്കുവിന്റെ അമ്മയ്ക്ക് ഒരുതരം കെക്കൈ ഗെൻകൈ അറിവുണ്ടായിരുന്നു. ആ ഒരു കെക്കൈ ഗെൻകൈയുടെ പേരാണ് ഐസ് റിലീസ്. വാട്ടറും വിൻഡും കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു കെക്കൈ ഗെൻകൈയാണ് ഐസ് റിലീസ്. അവിടെയുള്ള ആൾക്കാരെ ഭയന്ന് ഹാക്കുവിന്റെ അമ്മ ഇതാരോടും തന്നെ പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഹാക്കുവിന്റെ അമ്മ അവിടെയുള്ള ഒരു പ്രാദേശിയെ വിവാഹം ചെയ്യുകയും ഹാക്കു ജനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഹാക്കു തന്റെ ആ ഒരു കെക്കൈ ഗെൻകൈ അവൈക്കൺ ചെയ്യുന്നതായി അവന്റെ അമ്മ കണ്ടു. ഹാക്കുവിന്റെ അമ്മ ഓടിച്ചെന്നിട്ട് അവനെ അടിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ ഹാക്കുവിന്റെ പിതാവ് വരുന്നത്. കെക്കൈ ഗെൻകൈ യൂസേഴ്സിനെ കൊല്ലുവാൻ പോകുന്ന ആ ഒരു കൂട്ടത്തിന്റെ ലീഡർ തന്നെയായിരുന്നു ഹാക്കുവിന്റെ പിതാവ്. അതുകൊണ്ട് തന്നെ ഹാക്കുവിനും ഹാക്കുവിന്റെ അമ്മയ്ക്കും, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കെക്കൈ ഗെൻകൈ ഉണ്ടെന്നറിഞ്ഞ് കുറെ ആൾക്കാരെയും കൂട്ടി വന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഹാക്കുവിനെയും കൊല്ലാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊല്ലുന്നതിൽ അദ്ദേഹം വിജയിച്ചു. എന്നാൽ ഹാക്കുവിനെ കൊല്ലുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, തന്റെ അമ്മയെ തന്റെ മുമ്പിലിട്ട് കൊണ്ടുവന്ന അച്ഛനെ കൊന്നിട്ടാണ് ഹാക്കു അവിടുന്ന് ഓടിപ്പോകുന്നത്. അങ്ങനെ ഹാക്കു ഒരു വാണ്ടറിങ് ഓർഫണായി മാറി. സ്ട്രീറ്റിൽ കിടക്കുന്ന ഫുഡുകളെല്ലാം ഭക്ഷിച്ച് അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു പോന്നു. അങ്ങനെ തെരുവിൽ അലഞ്ഞു നടക്കുമ്പോഴാണ് നമ്മുടെ 7 നിഞ്ച സ്പോർട്സ്മെനിൽ ഒരാളായ സബൂസോ മൊമാച്ചി ഹാക്കുവിനെ കണ്ടുമുട്ടുന്നത്. സാബുസ ഹാക്കുവിനെ കണ്ടുമുട്ടുന്നത് അദ്ദേഹത്തിന്റെ കെക്കൈ ഗെൻകൈയിലുള്ള പവർ മനസ്സിലാക്കി ഹാക്കുവിനെ തന്റെ കൂടെ ഒരാളാക്കി. എന്തിനേറെ പറയുന്നു, അവിടെ വെച്ച് ഒരു ഉടമ്പടി തന്നെ ഉണ്ടാക്കി. നീ എന്റെ ജീവിതത്തിലെ ഒരു വെപ്പണായി മാത്രം എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ നിനക്ക് എന്റെ കൂടെ വരാമെന്നു. ഹാക്കു ആണെങ്കിൽ തന്റെ ലൈഫിന് ഒരു പർപ്പസ് കിട്ടി എന്നോർത്ത് സാബൂസോയുടെ കൂടെ ചേരുകയും ചെയ്തു. സാബൂസോ മൊമാച്ചിയെ കണ്ടുമുട്ടിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ കെക്കൈ ഗെൻകൈ ഒരു ഡിമോണിക് വേർഷനായി മാറുന്നത്. അതായത് ഡിമോണിക് മിറർ ഐസ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടെക്നിക്ക് ഹാക്കു വളർത്തിയെടുത്തു. പിന്നീട് അങ്ങോട്ട് ഹാക്കുവിന്റെ ലൈഫ് ഒരു മെർസനറി ലൈഫ് തന്നെയായിരുന്നു. സാബൂസോയുടെ വലങ്കയായി അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അദ്ദേഹത്തിന്റെ പാർട്ണർഷിപ്പ് ആകുക, അദ്ദേഹത്തിന്റെ ഒരു ടൂളായി വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയായിരുന്നു ഹാക്കുവിന്റെ ജീവിതം. ഇങ്ങനെ കുറെ മെർസനറി മിഷനുകൾ സാബൂസോയും ഹാക്കുവും കൂടെ ചെയ്തു പോന്നു. അങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് വേറൊരു ദൗത്യം അല്ലെങ്കിൽ മിഷൻ ഗാറ്റോ കമ്പനിയിൽ നിന്ന് കിട്ടുന്നത്.
ഗ്യാട്ടോ എന്ന് പറയുന്ന ആള് സാബുസോനെ ഹയർ ചെയ്തിരിക്കുകയാണ് മിസ്റ്റർ ടസൂണോ എന്ന് പറയുന്ന ഒരു പാലം പണിക്കാരെ കൊല്ലുവാൻ വേണ്ടി. ഈ പാലം വന്നു കഴിഞ്ഞാൽ ഗ്യാട്ടോ കമ്പനിക്ക് അദ്ദേഹത്തിന്റെ ബിസിനസ് ടള്ളായി പോകും. അതുകൊണ്ട് ആ പാലത്തിന്റെ പണി ഒരിക്കലും പൂർത്തീകരിക്കാൻ പാടില്ല. ഇത് മനസ്സിലാക്കിയ ഗ്യാട്ടോ സാബുസോ എന്ന് പറയുന്ന റോഗ് നിഞ്ചേനെയാണ് ഇതിനു വേണ്ടി അയാളെ കൊല്ലുവാൻ വേണ്ടി ഹയർ ചെയ്യുന്നത്. സാബുസയുടെ കൂടെ ഇപ്പോൾ ഹാക്കും ഉണ്ടല്ലോ. അങ്ങനെ മിസ്റ്റർ ടാസൂണാനെ കൊല്ലുവാനുള്ള ഒരു മിഷനുമായി നമ്മുടെ സാബുസോയും ഹാക്കും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവർക്കെതിരെ ടീം 7 വരുന്നത്. അതായത് മിസ്റ്റർ ടാസൂണോ ഹൊക്കാഗയ്ക്ക് എഴുതിയ ഒരു കത്തില് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷനായി എത്തുന്നത് ഒന്നാന്തരം ടീമായ ടീം 7. ആരായിരുന്നു അവരുടെ ലീഡർ? കക്കാഷി ഹട്ടാക്കെ, ദ കോപ്പി നിഞ്ച. കൂടെയുള്ളത് നറൂട്ടോ ഉസുമാക്കി, സാക്കുറോ, പിന്നെ സാസ്കെ ഒച്ചിഹ. ഈ ഒരു ഒന്നൊന്നര ടീമായിരുന്നു മിസ്റ്റർ ടാസൂണോയ്ക്ക് പ്രൊട്ടക്ഷനായി വന്നത്. ഈ ഒരു ടൈമിൽ നറൂട്ടോയും സാസ്കയും സാക്കുറോയും ജെനിൻ ലെവലിലുള്ള ഒരു തരം നിഞ്ചാസ് ആയിരുന്നു. എന്നാണേലും അവരുടെ ഫസ്റ്റ് കണ്ടുമുട്ടൽ അടിപൊളി തന്നെയായിരുന്നു. ഡീമൺ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന നമ്മുടെ സാബുസോയുടെ കുറച്ച് ആൾക്കാരെ കക്കാഷി കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഡീമൺ ഓഫ് ദ ഹിഡൻ മെസ്റ്റ് ആയിട്ടുള്ള സാബുസോ തന്നെ കക്കാഷിയുടെ മുമ്പിൽ വരുമ്പോഴാണ് കക്കാഷി കാരണമാണ് തന്റെ അനുയായികൾ തോറ്റുപോയെന്ന് മനസ്സിലാക്കുന്നത്. ആ ഒരു ടൈമിൽ കക്കാഷിയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഡീമൺ ഓഫ് ദ ഹിഡൻ മെസ്റ്റ് എന്നറിയപ്പെടുന്ന സാബുസോ മൊമാജി കളത്തിലിറങ്ങുന്നത്. എന്നിരുന്നാലും സാബുസോനെ നമ്മുടെ കക്കാഷി തോൽപ്പിക്കുന്നുണ്ട്. ഏകദേശം കൊല്ലുവാറാകുന്ന ആ ഒരു ടൈമിലാണ് ഹാക്കുവിന്റെ രംഗപ്രവേശനം. ഹാക്കു അൻബു ബ്ലാക്ക് ഓപ്സിന്റെ ടൈപ്പ് ഒരു മാസ്ക് അണിഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് സാബുസോ മൊമാച്ചിനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഒരു കള്ളം പറഞ്ഞു, ഞാൻ അൻബു ബ്ലാക്ക് ഓപ്പ് ആണ്, ഇദ്ദേഹത്തിന്റെ ബോഡി വേണം, ഇദ്ദേഹത്തിനെ എല്ലാവരും നോക്കി വെച്ചിരിക്കുന്ന ഒരാളാണ്, സോ ഇയാളെ ഞാൻ കൊണ്ടുപോവുകയാണെന്ന്. ആ ടൈമിൽ കക്കാഷിയുടെ ചക്രയും തീർന്നിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ പുറകെ പോയില്ല. അത് കഴിഞ്ഞാണ് കക്കാഷിക്കും മനസ്സിലാകുന്നത് അവൻ ഇവന്റെ കൂടെയുള്ള ഒരാൾ തന്നെയായിരുന്നെന്ന്. സോ അതായിരുന്നു ഫസ്റ്റ് എൻകൗണ്ടർ. സെക്കൻഡ് എൻകൗണ്ടർ വന്നപ്പോഴാണ് തികച്ചും എല്ലാവർക്കും കാര്യങ്ങളൊക്കെ വ്യക്തമായത്. അതായത് ഈ സെക്കൻഡ് എൻകൗണ്ടർ ഉണ്ടാകുന്നതിന് മുമ്പ് നാറൂട്ടോയും നമ്മുടെ സാസ്കയും എല്ലാവരും തന്നെ ചക്ര ട്രെയിൻ ചെയ്യുകയായിരുന്നു ഒരു കാട്ടിൽ. കക്കാഷി പറഞ്ഞു കൊടുത്ത വിദ്യ ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പെണ്ണിന്റെ വേഷത്തിലെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അത് നമ്മുടെ ഹാക്കു ആയിരുന്നു. ഹാക്കുവിൻ്റെ ഐഡന്റിറ്റി ആണാണ്, അല്ലെങ്കിൽ ഹീസ് എ ബോയ് എന്ന് അദ്ദേഹം തന്നെ നാറൂട്ടോയോട് പറയുന്നുണ്ട്. സോ ആ ഒരു ടൈമിലാണ് ഹാക്കു നാറൂട്ടോയോട് പറയുന്നത്, നീ എന്തിനാണ് ഇത്രയും ട്രെയിൻ ചെയ്യുന്നതെന്ന് നാറൂട്ടോയോട് ചോദിക്കുമ്പോൾ നാറൂട്ടോ പറയും, എനിക്ക് ഹൊക്കാഗെയാണ്, മറ്റേത് അവൻ്റെ ആ ഒരു തള്ളുണ്ടല്ലോ അതങ്ങ് പറഞ്ഞു വിടും. സോ ഈ ഒരു ടൈമിൽ ഹാക്കു പറയുന്നുണ്ട്, ശരിക്കും ഒരാൾ ശക്തനാകണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉണ്ടായിരിക്കണമെന്ന്. ഇത് ഒറിജിനൽ നറൂട്ടോ സീരീസിലെ വൺ ഓഫ് ദി പവർഫുൾ കോട്ട്സ് ആണ്, ഹാർട്ട് ടച്ചിങ് കോട്ട്സ് ആണ്. സോ ആ ഒരു പറഞ്ഞ ആളുടെ സൗന്ദര്യത്തിൽ പോലും മയങ്ങി നാറൂട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാക്കു പറയുന്നത്, ഞാനൊരു ഗേൾ അല്ല ബോയ് ആണെന്ന്. എന്നിരുന്നാലും ഹാക്കുവിന്റെ വാക്കുകൾ നാറൂട്ടോന്റെ മൈൻഡിൽ കുറെ തട്ടുന്നുണ്ട്. സോ ഇത് കഴിഞ്ഞാണ് സെക്കൻഡ് എൻകൗണ്ടർ വരുന്നത്. സാബുസോ മൊമാജിയും ഹാക്കുവും ഒരുമിച്ച് ചേർന്ന് കക്കാഷിനെയും ടാസൂണോനെയും അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഈ ഒരു ടൈമിൽ നാറൂട്ടോയും സാസ്കയും സാക്കുറോയും കൂടെ ഉണ്ട് കേട്ടോ. സോ ആദ്യം ഹാക്കുവും സാസ്കയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ നമ്മുടെ സാബുസോ മൊമാജി കക്കാഷിയോട് പറയുന്നുണ്ട്, നമുക്ക് പിള്ളേരുടെ ഈ ഒരു ഫൈറ്റ് കാണാമെന്ന്. ഈ ഒരു ടൈമിലാണ് ഹാക്കുവിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഹാക്കുവിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ അവിടെ എടുത്തിട്ടില്ല. ഹാക്കുവിൻ്റെ പേഴ്സണാലിറ്റി ഒന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആരെയും വധിക്കണമെന്നില്ല. അദ്ദേഹം മാക്സിമം ഒരു കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് അവോയ്ഡ് ചെയ്താണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് സാസ്കയുമായിട്ടുള്ള ഫൈറ്റിൽ നമുക്ക് കാണാവുന്നതാണ്. ഏറ്റവും അവസാനത്തെ നിമിഷത്തിൽ സാബുസോ മൊമാജിയും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സാസ്കേനെ കില്ല് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തോടെ ഫൈറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഹാക്കുവിൻ്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ എടുത്തു നോക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ക്രിസ്റ്റൽ ഐസ് മിറേഴ്സ്, കെക്കെ ഗെൻകൈ എന്ന് പറയുന്ന അതിൽ ഐസ് റിലീസ് എന്ന് പറയുന്നതിൽ മാസ്റ്ററാണ് നമ്മുടെ ഹാക്കു. അദ്ദേഹത്തിൻ്റെ മെയിൻ ടെക്നിക്സ് ഈ ക്രിസ്റ്റൽ ഐസ് മിറേഴ്സ്, 1000 ഫ്ലൈയിങ് വാട്ടർ നീഡിൽസ് ഓഫ് ഡെത്ത്, അങ്ങനത്തെ കുറച്ച് ഐറ്റങ്ങളാണ്. ഈ നീഡിൽസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഐസ് കട്ട നീഡിൽസിന്റെ രീതിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതും കറക്റ്റ് വൈറ്റൽ പോയിന്റ്സിൽ തന്നെ ആയിരിക്കും കൊള്ളുന്നത്. അങ്ങനെ കൊണ്ടുകഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും. പിന്നെ ക്രിസ്റ്റൽ ഐസ് മിറർ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക്, ഇത് ഐസ് മിറർ പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നിന്നായിരിക്കും ഹാക്കു ഫൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു ട്രാപ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളും ഓവർ പവർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും തരത്തിലുള്ള ജുത്സു കൈലിൽ അവന്റെ കാര്യം തീരുമാനമാവുമെന്ന് ഉറപ്പിച്ച് പറയാനാവും. സോ എന്തിനേറെ പറയുന്നു, ഷരിംഗൻ ആക്ടിവേറ്റ് ആക്കിയ സാസ്കെ ഉച്ചിയേനെ പോലും ഹാക്കു അവിടെ നിയർലി ഡിഫീറ്റ് ചെയ്യുന്നത് തന്നെ പറയാം. ആ ഒരു ടൈമിലാണ് നാറൂട്ടോ അതിൻ്റെ അകത്ത് കിടക്കുന്നത്. നാറൂട്ടോയുടെ 9 ടൈൽസിന്റെ പാർഷ്യലി പവർ ഇല്ലായിരുന്നെങ്കിൽ ഹാക്കുവിനെ ഒരിക്കലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഫുള്ളി അവാക്കണായിട്ടുള്ള ഒരു 9 ടൈൽസ് അല്ല നാറൂട്ടോ യൂസ് ചെയ്യുന്നതെന്നും കൂടെ ഓർക്കണം. സോ ആ ഒരു പാർഷ്യൽ ഹാഫ് ടൈലിൽ തന്നെ നമ്മുടെ നാറൂട്ടോ ഹാക്കുവിനെ ഓവർ പവേർഡ് ആക്കി.
ഹാക്കുവിന് അപ്പോൾ മനസ്സിലാവുന്നുണ്ട് നാറൂട്ടോയ്ക്ക് താൻ ഒരു മാച്ച് അല്ലെന്നു. ഈ ഒരു ടൈമിൽ മാസ്ക് മാറിയപ്പോൾ നാറൂട്ടോയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് അന്ന് ആ ഫോറസ്റ്റിൽ കണ്ട ആ ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയല്ല, നാറൂട്ടോ പെൺകുട്ടിയാണെന്നായിരുന്നു വിചാരിച്ചത്. കാരണം ഹാക്കുവിന്റെ വേഷവിധാനങ്ങളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഒരു പെണ്ണിന്റെ തരത്തിലുള്ള ഒരു വേഷങ്ങളായിരുന്നു ഹാക്കു ഇട്ടുകൊണ്ടിരുന്നത്. സോ നാറൂട്ടോ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? നീയല്ലേ എന്നോട് പറഞ്ഞത് ഒരാൾക്ക് ശക്തനാണെങ്കിൽ അങ്ങനത്തെ കുറെ ഡയലോഗ് അടിച്ചിട്ട് ഈ പണിയാണോ നീ കാണിക്കുന്നതെന്ന് നാറൂട്ടോ കുറെ ബ്ലാ 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 ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്ന ഹാക്കു സാബൂസോയുമായിട്ടുള്ള തന്റെ കാര്യങ്ങളെല്ലാം പറയുന്നു. സാബൂസോ മൊമാജി ഏതൊരു അസാസിനേഷനോ മെർസനറി എന്തെന്ന് ആയിക്കോട്ടെ, എന്നെ ആ ഒരു ടൈമിൽ ഹെൽപ്പ് ചെയ്ത് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ലൈഫിന് ഒരു പർപ്പസ് തന്നതും ഇവനായിരുന്നുവെന്നും നമ്മുടെ ഹാക്കു പറയുന്നുണ്ട്. ഈ ഒരു ടൈമിലാണെങ്കിൽ നമ്മുടെ കക്കാഷി സാബൂസോയും അവിടെ കട്ടയ്ക്ക് ഇങ്ങനെ നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഫൈനലി ലൈറ്റ്നിങ് ബ്ലേഡ് എന്ന കക്കാഷിയുടെ ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു ജുറ്റ്സു എടുത്തുകൊണ്ട് സാബൂസോ മൊമാജിനെ വധിക്കുവാനായിട്ട് കക്കാഷി ഇങ്ങനെ പോവുകയാണ്. ആ ഒരു സാധനം ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ സാബൂസോ മരിക്കുമെന്ന് മനസ്സിലാക്കിയ ഹാക്കു പെട്ടെന്ന് നാറൂട്ടോയുടെ അടുത്ത് നിന്ന് അപ്രതീക്ഷിതമാകുകയും നമ്മുടെ സാബൂസോ മൊമാജിയുടെ ഫ്രണ്ടിൽ കയറി നിൽക്കുകയും ചെയ്യും. ഒരു ഹ്യൂമൻ ഷീൽഡ് പോലെ. നമുക്കറിയാലോ, കക്കാഷിയുടെ ചിഡോരി അല്ലെങ്കിൽ ലൈറ്റ്നിങ് ബ്ലേഡ് എന്ന് പറയുന്ന ആ ഒരു വെപ്പൺ ആരെ സ്പർശിക്കുന്നുവോ ആ ഒരു എൻറ്റയർ ഏരിയ തന്നെ ഇല്ലാതാവും. ഇത് കറക്റ്റ് കൊണ്ടുവന്നത് ഹാക്കുവിൻ്റെ ഹേർട്ടിലേക്കാണ്. ഹാക്കു അവിടെ സാബൂസോനെ ഒരു ഹ്യൂമൻ ഷീൽഡ് പോലെ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ഹാക്കുവിൻ്റെ ആ ഒരു ലോയൽറ്റി. ഹാക്കുവിന് എന്തേലും ഇഷ്ടമായിരുന്നു സാബൂസോ മൊമാച്ചിനെന്ന് അവിടെ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. സോ സാക്രിഫൈസ് ചെയ്യുന്ന സമയത്ത് പോലും ഹാക്കുവിനോട് നമ്മുടെ സാബൂസോ പറയുന്നത് ഇങ്ങനെയാണ്, നീ കറക്റ്റായിട്ട് കാര്യം ചെയ്തു, നീ എൻ്റെ ഒരു വെപ്പണായി മാറി, ഇപ്പോൾ എനിക്കൊരു ഹ്യൂമൻ ഷീൽഡായി മാറിയെന്ന്. അങ്ങനെ നമ്മുടെ ഹാക്കു അവിടെ മരണപ്പെടുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ സാബൂസോ മൊമാച്ചി വീണ്ടും കക്കാഷിയോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ ഒരു ടൈമിലാണ് ഗ്യാട്ടോ എന്ന് പറയുന്ന ആൾ അവിടെ വരുന്നത്. ഗ്യാട്ടോ ഹയർ ചെയ്തായിരുന്നല്ലോ ഇവരെ. ഗ്യാട്ടോ ഇവനെ കൊണ്ടൊന്നും ഇതൊന്നും പറ്റിയാലെന്ന് വിചാരിച്ച് വേറെ കുറെ നിഞ്ചാസുമായിട്ട് സാബൂസോ മൊമാച്ചിനെ തന്നെ അടിക്കുവാൻ വേണ്ടി വരികയാണ്. ഈ ഒരു ടൈമിൽ ഗ്യാട്ടോ ചവിട്ടുന്നുണ്ട് നമ്മുടെ ഹാക്കുവിൻ്റെ തലയിൽ. അത് കണ്ടുകൊണ്ട് നിന്ന് നമ്മുടെ നാറൂട്ടോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരികയും നാറൂട്ടോ സാബൂസോയോട് കുറേ വാക്കുകൾ അങ്ങ് പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ആ ഒരു സ്പീച്ച് കേട്ട സാബൂസോ പൊട്ടിക്കരയുകയാണ്. എത്രമാത്രം ഹാക്കുവിന് സാബൂസോനെ ഇഷ്ടമാണെന്ന് നാറൂട്ടോ പറഞ്ഞിട്ട് വേണമായിരുന്നു അദ്ദേഹത്തിന് അറിയാൻ. അത് കേട്ട് നമ്മുടെ സാബൂസോ മൊമാജി നാറൂട്ടോയുടെ കയ്യിലിരുന്ന കുനായി നൈഫും എടുത്തിട്ട് ഗ്യാട്ടോയുടെ നേരെ പോവുകയും വെട്ടിക്കീറുകയാണ് ഗ്യാട്ടോനെ. സോ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ലൈഫിൻ്റെ ഏറ്റവും എൻഡിൽ നമ്മുടെ സാബൂസോ മൊമാജിക്ക് ഹാക്കുവിൻ്റെ ആ ഒരു സ്നേഹം മനസ്സിലായെന്ന് വ്യക്തമാണ്. ഈ ഒരു ടൈമിൽ കക്കാഷി സാബൂസുമായിട്ടുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കക്കാഷി ഏകദേശം 95% വിൻ ചെയ്തിരിക്കുന്നു. ആ ഒരു ടൈമിലാണ് ഗ്യാട്ടോ ബാക്കിയുള്ള നിഞ്ചാസുമായിട്ട് സാബൂസോ മൊമാജിനെ തന്നെ കൊല്ലുവാൻ വരുന്നത്. സാബൂസോ ബാക്കിയുള്ള കുറേ നിഞ്ചാസിനെ ഓടിക്കുന്നുണ്ടെങ്കിലും ഗ്യാട്ടോനെ കൊന്നിട്ട് ഏകദേശം 99% എക്സോസ്റ്റഡ് ആയിട്ടാണ് നമ്മുടെ സാബൂസോ മൊമാജി ഇരിക്കുന്നത്. എന്നിട്ട് കക്കാഷിയോട് പറയുന്നുണ്ട്, എന്നെ ഹാക്കുവിൻ്റെ അടുത്ത് തന്നെ അടക്കം ചെയ്യണം, എനിക്ക് അവനോടൊപ്പം സ്വർഗത്തിലെങ്കിലും ജീവിച്ചിരിക്കാലോ. ആൻഡ് ഫൈനലി കക്കാഷി അതിൻ്റെ ആ ഒരു ആഗ്രഹം നിറവേറ്റുന്നുണ്ട്. ഹാക്കുവിനെയും സാബൂസോനെയും ഒരു സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഹാക്കുവിൻ്റെ കഥ നാറൂട്ടോയിൽ പറയുന്നത്. പിന്നീട് നാറൂട്ടോ സീരീസിൻ്റെ ഉടനീളം അല്ലെങ്കിൽ ഫ്യൂച്ചർ സീരീസിൽ നമ്മുടെ എഡോ ടെൻസി ഉപയോഗിച്ചിട്ട് കാബൂട്ടോ ഇവരെ റീആനിമേഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിലും ഇടയ്ക്ക് കോൺഷ്യസ്നെസ് കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഹാക്കുവിൻ്റെ ആ ഒരു ലോയൽറ്റിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ധാർമ്മികതയും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോഴും നാറൂട്ടോ ഫാൻസിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വലിയ ഡിബേറ്റ് തന്നെയാണ് അന്ന് ഹാക്കു നോൺ കില്ലിംഗ് പോളിസി എന്ന് പറയുന്ന ആ ഒരു സാധനം ഒഴിവാക്കിയിരുന്നെങ്കിൽ. അതായത് സാബൂസോ പറയുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ സാസ്കെ ഉച്ചിഹേനെ നമ്മുടെ നാറൂട്ടോയ്ക്ക് കൊല്ലുവാൻ, നമ്മുടെ ഹാക്കുവിന് കൊല്ലുവാൻ സാധിക്കുമായിരുന്നു. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ പോലും സാബൂസോനേക്കാളും പവർഫുൾ ആയിരുന്നു ഹാക്കു എന്നോ ഞാൻ പറയുള്ളൂ. കക്കാഷിക്ക് പറ്റിയ ഒരു എതിരാളി സാബൂസോനേക്കാളും കൂടുതൽ ഹാക്കു ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതും 15 വയസ്സിലാന്ന് ഓർക്കണം. ഇത് കാണുന്ന കക്കാഷി വരെ മൈൻഡിൽ പറയുന്നുണ്ട് ഒറിജിനൽ സീരീസിൽ അവന് സാസ്കയുടെ അതേ പ്രായമുള്ളൂ, എന്നിട്ട് ഒരു ജുനിൻ ലെവൽ ഷിനോബിനെ പോലെയാണ് അവൻ പെരുമാറുന്നത്. ഹി ഈസ് നോ ജോക്ക് എന്ന് പറയുന്നുണ്ട്. നാറൂട്ടോ സീരീസിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആർക്ക് തന്നെയായിരുന്നു ആ ലാൻഡ് ഓഫ് വേവ്സ് ആർക്കിലെ സാബൂസോ മൊമാച്ചി ഹാക്കുവും പിന്നെ നമ്മുടെ ടീം 7 കണ്ടുമുട്ടലും അവിടുത്തെ സംഭവ വികാസങ്ങളും. സോ ഇതൊക്കെയായിരുന്നു ഹാക്കു എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും അദ്ദേഹത്തിൻ്റെ അനലൈസേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതും. ഹാക്കു ഒരുപക്ഷെ മരിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം വേറെ ഒരു ലെവൽ തന്നെയുള്ള ഒരു നിഞ്ചയായിട്ട് മാറുമായിരുന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറയുക. സോ ഇതുപോലത്തെ നാറൂട്ടോ
സീരീസിലെ എല്ലാ ക്യാരക്ടേഴ്സിനെ പറ്റിയുള്ള അനലൈസേഷൻ, അത് ഇത് ചെറിയ ക്യാരക്ടർ ആയിക്കോട്ടെ വലിയ ക്യാരക്ടർ ആയിക്കോട്ടെ, അതൊരു ക്യാരക്ടർ ആയിക്കോട്ടെ അതൊരു ജുത്സു ആയിക്കോട്ടെ അതെന്ത് ടൈപ്പിലുള്ള ടെക്നിക്ക് ആയിക്കോട്ടെ, നമ്മൾ അതിനെ പറ്റിയുള്ള എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബോയ്, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. Too long.